ഹലോ, ഇന്ന് ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കാൻ പോണത്. ഒരാൾ കമൻറ്റിലും ചോദിച്ചിരുന്നു ചെയ്യുമോയെന്ന്. അപ്പോൾ നമുക്കിനി ഞാൻ എണീറ്റിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി ബാക്കി പരിപാടികളൊക്കെ നമുക്കിനി സ്ക്രീനിൽ കാണാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പല്ല് വയ്ക്കാൻ പോകണം ഗൈസ്. എന്തിനാന്തോ ഗൈസ് തന്നെ വായി വരണം, അങ്ങനെ പറയത്തെന്ന് ഞാൻ വിചാരിക്കും. അപ്പം നമുക്ക് പല്ല് തേക്കാം. അപ്പോൾ ഒരാൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടുണ്ട്. എന്തേ പാപ്പ നിന്നെ പാപ്പ കുച്ചല്ലേ? ഇച്ചിരി ഒരു വയ്യായികയുണ്ട്. അതാണ് ഒരാൾ കിടന്നുറങ്ങാണ്. ഇതെന്തൊരു കിടപ്പെന്ന് പോലും മനസ്സിലാവില്ല. അടുക്കളയൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. ഇനിയൊക്കെ അതൊക്കെ വൃത്തിയാക്കണം. അപ്പോൾ ഇന്ന് ബ്രെഡാണുള്ളത്. ബ്രാഡ് പാന് ഗൈസ്. ഇതിൻ്റെ പാനിൻ്റെ ഈ ഭാഗം വന്ന് ഇങ്ങനെ പൊങ്ങിയിരിക്കുകയാണ്. അപ്പോൾ പുതിയ പാനൊക്കെ മേടിക്കണം. ഇന്നെല്ലാം മേടിക്കണം. ഇന്ന് ബ്രെഡിനകത്ത് ചേർക്കാൻ പോണ സാധനങ്ങളാണ് ഇതാ: ചിക്കൻ കീമ, ചീസ് ബ്രെഡ്, പാല് വേണം, എന്നാലും നമുക്ക് ഈ ബ്രെഡ് നല്ല സ്മൂത്തായിട്ട് കിട്ടുള്ളൂ. പിന്നെ ബട്ടർ, സോസ്. അപ്പം എല്ലാവരും ചോദിക്കും വേറെ വല്ല വേവിച്ച് തിന്നൂടെയെന്ന്. വേവിച്ച് ഡെയിലി വേറെയൊക്കെ തന്നെ വേവിച്ച് തിന്നണം. പിന്നെ വല്ലപ്പോഴും ഇതുപോലെ ബ്രെഡും കാര്യങ്ങളൊക്കെ തിന്നും. അതാണ് സംഭവം. പിന്നെ ഇതാണ്ട് ലെറ്റ്യൂസ് വന്നിട്ട് ഉണങ്ങിപ്പോയി. അത് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ചെത്തി തോരത്തിന് അരിയും പോലെ അരിഞ്ഞ് ആ മുട്ടയ്ക്കകത്ത് ചേർത്ത് പൊരിച്ചെടുക്കും. പിന്നെയെന്ന് വെച്ചാൽ ഇന്ന് സാധനങ്ങൾ മേടിക്കുന്ന ദിവസമാണ്. പിന്നെ ഷൈലു വരുമ്പോഴത്തേക്ക് ഷൈലുവിൻ്റെ കൂടെ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ച് ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കും. അപ്പോൾ എനിക്ക് പിന്നെ പെട്ടെന്ന് ഇങ്ങനെ സാധനങ്ങൾ മേടിക്കാനായിട്ട് ഇങ്ങനെ ഇറങ്ങി പോകണ്ട. അതുകൊണ്ട് മേടിച്ച് വെക്കണേ. അപ്പോൾ പാല് നമുക്കൊരു പാത്രത്തിൽ ഒഴിച്ച് കുറച്ച് ഒഴിച്ചാൽ മതി. പാല് മുട്ടയും കൂടെ ഇടും. കുറച്ച് പാലൊഴിക്കും അങ്ങനെ. അപ്പോൾ മുട്ടയും കൂടെ ഇങ്ങനെ ഇടും. അങ്ങനെ മിക്സ് ചെയ്യും. അപ്പോൾ അങ്ങനെ അടുപ്പ് കത്തിച്ചൊട്ട് നമുക്ക് ബട്ടർ തേച്ച് കൊടുക്കാം. ഇനി പാനൊന്ന് മാറ്റണം. പാന് നടുവിൽ ഒരു ഉണ്ട വന്നിരിക്കണം. അപ്പോൾ ഇതിനി പാലിലിങ്ങനെ മുക്കിയിട്ട്, അല്ല പാലിലല്ല, പാലും മുട്ട പൊരിച്ചെടുക്കാം. നല്ല സ്മൂത്താവും കേട്ടോ പാലും മുട്ടയൊക്കെ. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ സ്മൂത്താവും. പൊരിച്ച് വയ്ക്കാം. അപ്പോൾ കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട്. അവരെയൊക്കെ പേരെടുത്ത് പറയണമെന്നുണ്ട്. പക്ഷെ അവരെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവരെ വിട്ടുപോയി കഴിഞ്ഞാൽ അതൊരു ഇതല്ലേ. അതുകൊണ്ടാണ് പറയാത്തത്. സപ്പോർട്ട് ചെയ്യുന്നവർ കുറേ പേരുണ്ട്. ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ എൻ്റെ കമൻറ്റിൽ വന്നിട്ട് ഒരാൾ പറയുകയാണ്, എന്തോന്നു, ഇവിടെ ഞാൻ പറഞ്ഞ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ഇടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുത്തം വന്നിട്ട് പറയാണ്, എന്നാൽ ഇവളുടെ അക്കൗണ്ടിൽ നല്ല കമൻറ്റ് മാത്രമേ ഇടാവൂ, പിന്നെ ബാഡ് കമൻറ്റ് ഇടരുത്. പിന്നെ എന്തോന്ന്, അവളുടെ അക്കൗണ്ട് നമ്പർ തരും, അക്കൗണ്ട് നമ്പറിൽ പൈസ ഇട്ട് കൊടുക്കണം. ഞാൻ ആരുടെ പൈസ ചോദിച്ചോ? ഇല്ലല്ലോ. ഞാൻ പറഞ്ഞത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇടുന്നെന്നാണ് പറഞ്ഞ വീഡിയോ. എനിക്ക് വീഡിയോ ഉണ്ട്. ഇപ്പോൾ എനിക്ക് തെണ്ടേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ പറയുന്ന ആളുടെ പ്രൊഫൈലിൽ തന്നെ അവരെ കുട്ടിയുടെയും ഭാര്യയുടെ ഒക്കെ ഫോട്ടോ ഇട്ട് വെച്ചേക്കുന്നു. പിന്നെ എന്തിനാണ് മോനെ ഇത് പറയാൻ നടക്കുന്നത്? അതിന് നിനക്കും ഒരു കുടുംബമുണ്ട്, കുട്ടിയുണ്ട്. നിനക്കൊക്കെ സപ്പോർട്ട് ചെയ്യണവർ സപ്പോർട്ട് ചെയ്യട്ടെ. നിങ്ങൾ എന്തിനാണ് ഇതുപോലെ കാര്യങ്ങളൊക്കെ പറയുന്നത്? ഞാനൊരു കാര്യം പറയാം. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോ ഇടും. സപ്പോർട്ട് ചെയ്ത ഇഷ്ടം പോലെ പേരുണ്ട്. അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നത്. ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ലല്ലോ. മര്യാദയ്ക്കുള്ള വീഡിയോ അല്ലേ ഇടുന്നുള്ളൂ. ഞാൻ ആരെ ഉപദ്രവിക്കുന്ന വീഡിയോ ഇടുന്നുണ്ടോ? ഇല്ല. വേണ്ടാത്ത രീതിയിൽ വീഡിയോ ഇടുന്നുണ്ടോ? ഇല്ല. ഞാൻ ആരെ ഉപദ്രവിക്കാനോ വേണ്ടാത്ത രീതിയിലോ ഒന്നുമല്ല വീഡിയോ ഇടണം. മര്യാദയ്ക്ക് വീഡിയോ ഇടുന്നത്. അത് സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള വീഡിയോകൾ ആർക്കും ഇഷ്ടമല്ല. അതാണ് വേറൊരു കാര്യം. നല്ല വീഡിയോ ഇടുമ്പോഴത്തേക്ക് ഇഷ്ടപ്പെടില്ല. അവർക്കൊക്കെ വേറെ രീതിയിലുള്ള വീഡിയോ ആണ് വേണ്ടത്. അങ്ങനെ കാണണമെങ്കിൽ വേറെ ചാനലിൽ പോയി കാണണം. അങ്ങനെ ഇത് വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്ത് വയ്ക്കണം. അത്ര എനിക്ക് പറഞ്ഞുള്ളൂ. അപ്പം ഇപ്പോഴും പറയണത്, വേറെ വല്ല വീഡിയോ വേണമെങ്കിൽ വേറെ ചാനലിൽ പോവുക. എൻ്റെ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ കാണും. സപ്പോർട്ട് ചെയ്യണവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഞാൻ വീഡിയോയിൽ കമൻറ്റ് ഓഫാക്കിയിട്ടതാണ്. അല്ലാതെ ആരെയും ബ്ലോക്ക് ചെയ്തിട്ടൊന്നുമല്ല, ആരെയും അൺഫോളോ ചെയ്തിട്ടൊന്നുമല്ല. ഞാൻ കമൻറ്റ് ഓഫാക്കിയിട്ടതാണ്. ഞാൻ എപ്പോഴാണോ ഇതിനകത്ത് വരുന്നത് അപ്പം അത് ഓണായിരിക്കണതാണ് നല്ലത്. കാര്യം എനിക്ക് പിന്നീട് ഈ കമൻറ്റുകളൊന്നും നോക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ലൈവിലുള്ളപ്പോൾ
കമൻറ്റുകൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റും. മറ്റേത് ഒരുപാട് വന്നു കഴിഞ്ഞാൽ റിപ്ലൈ കൊടുക്കാൻ പറ്റണില്ല. അപ്പോൾ അതൊരു പരാതിയാവും. അതിന് നല്ലത് ഞാൻ ഓൺലൈനിൽ ഉള്ളപ്പോൾ ഇതാവണേ. ഓയ് ഹായ്, ഈ എൻ്റെ മോൻ വന്നിട്ടുണ്ട്. എൻ്റെ മുത്തുമണി സ്വത്തുമണി. ഞം തിന്നണ്ടേ? ഞം ഇതെന്താ ഇതെന്താ? ആ, എല്ലാം മനസ്സിലായല്ലേ? ഇതാണ് അവൻ്റെ ഭാഷ. മനസ്സിലാക്കി എടുത്തോണം എല്ലാവരും. അയ്യോ, സോസ് കണ്ടവൻ. സോസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ സീനാണ്. ഇനി നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുള്ളി സോസ് ഇങ്ങനെ കൈ കൊണ്ട്, എന്നിട്ട് ബാക്കി കാക്കുണ്ട് ഇങ്ങനെ പറയാം. ഹലോ, തരൂല. ഇല്ല ഇല്ല, പോയി കാക്കൊണ്ട് പോയി. അയ്യോ, പിണങ്ങി നിൽക്കണണ്ട. ഇത് കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുകപടലം. ആ, വാവ്, ചൂടൊന്നുമില്ല. ഇനി നമ്മൾ അടുത്ത പരിപാടി, ചീസില്ലേ, ചീസ് എടുക്കുക, ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, ലെറ്റ്യൂസ് വയ്ക്കുക. കുറച്ച് വെച്ച് കൊടുത്തായി, കുറച്ചേ ഉള്ളൂ. ഈ സാധനങ്ങളൊക്കെ മേടിക്കണം പറഞ്ഞിട്ട്. എന്നിട്ട് ആഹാ, ബ്രെഡ് ഉണ്ടാക്കാനും വേണം കൈപ്പുണ്യം. ഒരുത്തെ ഇവിടെ എല്ലാം തല്ലി തകർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഇനി അടുത്ത് വൃത്തിയാക്കണം. അപ്പോൾ ഇവിടെ സാധനങ്ങളൊക്കെ തീർന്നിരിക്കണം. അപ്പോൾ ഷൈലു വന്നിട്ട് വേണം ഇനി സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകാൻ. ഞാൻ വിളിച്ചിട്ടുണ്ട്, വരും. 5-10 മിനിറ്റ് കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് മീനും മേടിക്കണം. മീൻ മേടിച്ച് സ്റ്റോക്ക് ചെയ്യും, സാധനങ്ങളും അത് കണക്ക് മേടിച്ച് സ്റ്റോക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ഷൈലു വന്നിട്ട് ബാക്കി വീഡിയോ കാണാം. അപ്പോഴേക്ക് നമുക്ക് റെഡി ആവാം. അപ്പോൾ നമ്മൾ റെഡി ആയിരിക്കുകയാണ്. എവിടെ പോവാ? ടാറ്റ പോവാ. നമുക്ക് ആരെ വിളിക്കാം? ഷൈലു വിളി. ഷൈലു, ഷൈലു, ഷൈലു. നമുക്ക് ഷൈലുവിനെ വിളിക്കേ. അപ്പം നമുക്ക് ഷൈലുവിനെ വിളിച്ചിട്ട് വരാൻ പറയാം. അപ്പം നമ്മൾ അതാര് അതാര് അപ്പൂപ്പൻ. അപ്പൂപ്പൻ വന്നു. അപ്പൂപ്പൻ ആര് വന്നു? ആര് വന്നു? ഹായ് ഹായ്. ആ, ഇന്ന് ഡേ മൈ ലൈഫ് എടുക്കാൻ വേണ്ടി. ഓ മൈ ഗാഡ്, പോയി പല്ലേരടി പോടി. ഇതെന്താടാ നെറ്റിയില് ആരാ ചെടിച്ചു തന്നാ? വീഡിയോ എനിക്ക് പുതിയ സ്റ്റാൻഡ് ഇട്ടിരിക്കുകയാണ് വീഡിയോ എടുക്കാൻ. അത് പല്ലില് വൃത്തിയിട്ട പല്ലാണ് ചോര. നമ്മള് ഡേ ഇൻ മൈ ലൈഫാണ് എടുക്കണത്. അപ്പൊ ഷൈലി വന്നിട്ടുണ്ട്. നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാം. അത് രാവിലെ തോന്നിയപ്പോ പിന്നെ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഡേ ഇൻ മൈ ലൈഫാണ് എടുക്കുന്നത്. അപ്പൊ സ്റ്റാൻഡ് പുതിയതായിട്ട് മൊബൈലിൽ സ്റ്റാൻഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോവാ 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 പോവാ. ഈ പെണ്ണിന്റെ അടുത്ത് വരണാന്ന് ചോദിച്ചു. വരണില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വന്നേക്കണം പല്ല് കഴിക്കാൻ. പല്ല് തേച്ചോണ്ട് തീരും. അപ്പൊ നമ്മൾ റെഡി ആയിട്ടിരിക്കുകയാണ്. ഒരു പെണ്ണാണെങ്കിൽ പല്ല് കഴിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ 2 ആയി. അത് പരിപാടി പല്ലില്ലേ? ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞ ഗുസ്തിയാണ് ഇവിടെ കിടന്നത്. ഇതിന്റെ കൂടെ ഗുസ്തി നിൽക്കണ്ട. കിളി പോയ കണക്ക് ഇങ്ങനെ തന്നെ നിൽക്കും. എന്തിനാണ് തീരുമാനമാകൂ? ഹലോ ഹലോ, ഇത് ഇങ്ങനെയാ നിൽക്കുക. സ്കൂളിൽ പോവാൻ നേരത്ത് തിന്നണതായെന്താ കണ്ടെങ്ങനെ തിന്നണത്. പിന്നെ 2 ഒച്ച ഇടുമ്പോ തിന്നും. പിന്നെ വല്ലം പറയുമ്പോ ഇങ്ങനെ ഇരിക്കും. എന്തൊരെന്ന് വെച്ചാ അപ്പൂപ്പ എവിടെ? അപ്പൂപ്പ എവിടെ? അപ്പൂപ്പൻ മീൻ മേടിക്കാൻ പോണത്. അതായത് ഇറങ്ങിയാലേ പോവാൻ പറ്റും.
ഇത് തന്നെ പറയണം. 100ാമത്തെ വട്ടമായി. ഇനി അവരും തന്നെ മീൻ മാറ്റിക്കൊണ്ട് തരും കാണുന്ന ആൾക്കാര്. ഇപ്പൊ എല്ലാം ഇറങ്ങാത്തോണ്ടാണല്ലേ പോവായിരുന്നു. ഇവളെ നോക്കിയാൽ 5 മിനിറ്റ് ഇവളെ നോക്കിയിരുന്ന നമ്മൾ ഉറങ്ങും. അതാണ് ഇത് ഇങ്ങനെ വയ്യ സ്റ്റാൻഡിന് കൈ കഴിക്കുന്നു. അല്ലെങ്കിൽ എനിക്ക് വയ്യ, എനിക്ക് ജലദോഷം അടിച്ച് ഗായ്സ്. ഓ മൈ ഗോഡ്. ജലദോഷം അടിച്ചാണെന്ന് നെറ്റി നീരായി. അപ്പൊ പല്ലൊക്കെ തേച്ച് റെഡി ആയിട്ടിരിക്കുകയാണ്. ആരോ വെച്ച് എന്തോ ചെയ്തു കൊടുത്ത്. ആരെ വെച്ചൊന്നുമല്ല, കേരളക്കരയിലെ പെണ്ണുങ്ങൾ എന്നെ നോട്ടം ഇട്ടതാ. ഓ ഏതോ പെണ്ണുങ്ങൾ വെച്ച് മൂക്കാൻ കൊണ്ടോക്കി വെച്ച് ഇടിച്ചു കൊടുത്തതാണ്. നിന്റെ മോക്കൂരാണ് എനിക്ക് കിട്ടിയത്. ഓ എന്റെ മോക്കൂര നിന്റെ കണക്കിരിക്കും. അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ് ഗൈസ്, ഇറങ്ങുകയാണ്. ആ ഹെൽമെറ്റ് മറന്നുപോയി. അവള് ഹെൽമെറ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മൾ പോവുകയാണ് ഗൈസ്, പോവുകയാണ്. അപ്പൊ നമ്മൾ മരിയനാട് എത്തിയിട്ടുണ്ട്. ഇതാണ് ഐസ് ഫാക്ടറി. മീൻ മേടിക്കാൻ ഒരു ചേട്ടൻ പോവുകയാണ്. അത് ചേട്ടാ എവിടെ പോണോ അത് ചേട്ടാ? ആ പുല്ല് പറിക്കാൻ പോവാണ്. അപ്പൊ മീനുണ്ട്. അതുകൊണ്ട് അമ്മച്ചിയാര് വിളിക്കണ കേട്ടോണ്ട് കടലില് വെള്ളം നിറഞ്ഞാന്ന് ചോദിക്കണ ആദ്യത്തെ ബുദ്ധിജീവി ചൂരക്കുട്ടി. ഇതിനെ പൊള്ളലെന്ന് പറയും. നീ പറഞ്ഞത്. ഇവിടെ ഇങ്ങനെ പറയും, വേറെ സ്ഥലത്ത് എങ്ങനെ പറയുന്നുണ്ടോ? ഇവിടെ ചൂരക്കുട്ടീനെ പൊള്ളലെന്ന്. ഒരു ചൂരക്കുട്ടി നിൽക്കുന്നു. അത് എന്തേലും ഒറ്റ അടി. കിട്ടിയ ഏതാ മീൻ കിട്ടിയ? ചൂരക്കുട്ടി പൊള്ളല്. നോക്കട്ടെ. ഇത്രേ കിട്ടിയിരിക്കുന്നു. എത്ര രൂപ? അങ്ങനെ നമ്മൾ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോവുകയാണ്. വീട്ടിൽ പോയിട്ട് കൊണ്ട് വെച്ചിട്ട് ബാക്കി സാധനം വാങ്ങിക്കാൻ പോകാം. കാരണം എന്ന് വെച്ചാൽ അവന് വിശപ്പടിച്ച് തുടങ്ങിയെന്ന് തോന്നാണ്. 17 മീൻ കിട്ടി 400 രൂപയ്ക്ക്. 17 മീനുണ്ടായിരുന്നു. ഇതിലിപ്പോൾ 12 മീനേ ഉള്ളൂ. പറഞ്ഞ വഴിക്ക് ഒരാൾക്ക് കൊടുത്ത്. അങ്ങനെയാണ് ബാക്കി ഇതുണ്ട്. 12 മീൻ ബാക്കിയുണ്ട്. ഇത് നമുക്ക് പുളിയും മുളകും ഇട്ട് അങ്ങനെ വെക്കാം. മീൻ വാങ്ങിച്ച് നമ്മളിവിടെ കൊണ്ട് വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് ഇനി അടുത്ത സാധനങ്ങൾ വാങ്ങിക്കാൻ പോകണം. കറിയൊക്കെ വെക്കാനുള്ള സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടി പോകണം. കണ്ടില്ല ഗൈസ്, തൃശ്ശൂർ കണ്ടില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. നല്ലൊരു സ്ഥലം, ഭയങ്കര രസമുണ്ട് കാണാൻ. അപ്പം നമ്മൾ ചൈനീസ് ഫുഡ്, വെറൈറ്റി ഫുഡ് നമ്മൾ പരീക്ഷിക്കാമെന്ന് വിചാരിച്ചാണ് വേറൊരു റെസ്റ്റോറൻറ്റിൽ പോയി കയറി കൊടുത്ത്. അവിടെ ചൈന ഫുഡൊന്നും ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ മാളിൻ്റെ ഫ്രണ്ടിൽ ഒരു ചൈനീസ് ഫുഡിൻ്റെ ഒരു കോർട്ട് കണ്ട്. അപ്പോൾ അവിടെ പോയിട്ടൊന്ന് ട്രൈ ഹോട്ടലിൽ കയറി കണ്ണ് തള്ളി പോയിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടി. ഒരു ഫ്രൈഡ് റൈസിനൊക്കെ എല്ലാം കൂടെ ഒക്കെ നോക്കുമ്പോഴത്തേക്കും ഒരു ഫ്രൈഡ് റൈസിന് 450 രൂപ. അതിന് നല്ലത് നമ്മളെന്താ ചൈനീസ് ഫുഡ് ട്രൈ ചെയ്യാനാണ് ഇത്രയും സമയം കുറേ നടന്നപ്പോൾ പിന്നെ പോയി ഫ്രൈഡ് റൈസ് തിന്നണത് അത് ശരിയാവൂലല്ലേ. അത് എല്ലാവരും കഴിച്ച് ഇതായിട്ടുള്ളതല്ലേ. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഇതാ ഇവിടെ വന്നത്. നമ്മൾ ഫുഡ് കോർട്ടിൽ കയറാൻ പോകണം. അങ്ങ് ഏറ്റവും മുകളിലാണ് ഫുഡ് കോർട്ട്. ഇത് ട്രാവങ്കൂർ മാളാണ്. അപ്പോൾ അവിടെ നമുക്ക് ചൈനീസ് ആയിട്ടുള്ള വല്ല സ്പെഷ്യൽ സാധനമോ വല്ലതും ഉണ്ടാകും നോക്കാം. കേട്ടാ ഷൈ. അപ്പോൾ അവിടെ പോവാല്ലേ. അപ്പം നമ്മൾ ചൈനീസ് ജലദോഷവും തലവേദനയും. അവനും വയ്യ, കൈയിരിക്കണേനും വയ്യ. അതാണ് എല്ലാവർക്കും വയ്യ. ഇവ അപ്പൂപ്പ എന്ന് വിളിച്ച് നടക്കുന്നുണ്ട് അവൻ്റെ പുറകെ. അപ്പോൾ അതുകൊണ്ടാണ് കിട്ടിയത്. ഫുഡ് കോർട്ടിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇവിടെ ചൈനീസ് സ്പെഷ്യൽ വല്ലതും ഉണ്ടാകും നോക്കാം. എന്നിട്ട് നോക്കിയിട്ട് തിന്നാം. ഓക്കെ, ഒരു സ്പെഷ്യലും ഇല്ല എന്നൊക്കെ ആണെങ്കിൽ പിന്നെ വല്ല നൂഡിൽസ് ഒക്കെ വാങ്ങിച്ച് കഴിക്കാം. പിന്നെ മരിക്കൂലേ? എന്നെ വിഷമിച്ച് എന്നെ പട്ടിണിക്കുന്നു. നമ്മളിങ്ങനെ നടക്കിച്ച് അല്ല, ചോറ് തിന്നാൻ പറയുമ്പോൾ വിശപ്പില്ല. അവൾക്ക് ഇങ്ങനെ വെളിയിറങ്ങുമ്പോൾ മാത്രം മുതുക്ക് വിശപ്പ്. അപ്പോൾ പിന്നെ അത് അങ്ങനെ ചാവണവരങ്ങ് ചാവട്ടെ ഇല്ലേ. ഇത് ഓർഡർ ചെയ്ത് ഷൈലൂന്
ഇത് പിന്നെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തൊക്കെ ഓർഡർ ചെയ്ത്? നമ്മളിപ്പോൾ ഓർഡർ ചെയ്ത സംഭവങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ റൈസ് കോംബോ വിത്ത് ചില്ലി ചിക്കൻ ആൻഡ് പ്ലസ് ലോലിപോപ്പ്, പിന്നെ ബ്ലാക്ക് പെപ്പർ ആൻഡ് ചിക്കൻ, പിന്നെ ഷിഫ്നാല ഫ്രൈഡ് റൈസ് ചിക്കൻ ചില്ലി ഫ്രസ്ലി, അങ്ങനെ എന്തൊക്കെ ഉണ്ട്. അപ്പം ഷിഷ്വാൻ നൂഡിൽസ് എല്ലാം വന്നിട്ടുണ്ട്. അയ്യോ അയ്യോ. അപ്പോൾ നമ്മളിതാ ഈ നൂഡിൽസ് ട്രൈ ചെയ്യാം. ഇത് കൊള്ളാമെന്നോട്ട് മഷ്റൂം നൂഡിൽസ്. എന്തൊരു കരണ്ടി ഇടും. കുഴപ്പമില്ല, കൊള്ളാം. അടുത്ത നമുക്ക് ഇത് ചെയ്ത് നോക്കാം. ഇതിൽ നോക്കട്ടെ. മോമോസ്, അതെന്തൊരു അച്ചാർ. കൊള്ളാം. ഇതൊന്നും ഞാൻ കൊള്ളാം. എനിക്ക് അറിയാൻ പറ്റുന്നില്ല, പക്ഷേ ജലദോഷമല്ലേ? ഇത് ഡ്രാഗൺ ചിക്കൻ. എനിക്ക് ഒന്നിനും വയ്യ, ഞാൻ മര്യാദ തിന്നാൻ പോകും. ഡ്രാഗൺ ചിക്കൻ കൊള്ളാം. പെപ്പർ ചിക്കൻ, ഇത് പെപ്പർ ചിക്കൻ നൂഡിൽസാണ്. പെപ്പർ ചിക്കൻ നൂഡിൽസ് നോക്കട്ടെ. എനിക്ക് പൊതുവെ എരി ഇഷ്ടമല്ല. കുഴപ്പമില്ല, കൊള്ളാം. ലോലിപോപ്പ് എനിക്ക് വേണം. സാധാ പൊരിച്ച ചിക്കൻ ഫ്രൈ, ചിക്കൻ ഫ്രൈ, ചിക്കൻ ഫ്രൈ. ഇനി അടുത്ത നൂഡിൽസ്, സോറി നൂഡിൽസ് ഫ്രൈഡ് റൈസ്. ഞാൻ വെക്കണതിൻ്റെ അത്ര പോരാ. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രാഗൺ ചിക്കനാണ്. അപ്പം തരാടാ. ബാക്കി എനിക്ക് നേർത്തിട്ട് വരാം. ആക്കിയിട്ട് നേർത്തിട്ട് വരാം. നമ്മൾ ഒരു ലോഡ് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് വീട്ടിലോട്ട് പോവാണ്. എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്തതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ട് എല്ലാം കഴുകി വെച്ചിട്ട് അടുത്ത കുക്കിങ്ങിലോട്ട് പോവാം. അങ്ങനെയാണ്. ബ്രെഡ് അപ്പോൾ നമ്മൾ പാത്രമൊക്കെ കഴുകി. പിന്നെ ഈ ചൂര മീനിനെ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ വേറെ രീതിയിലാണ് കറി വയ്ക്കാൻ പോകുന്നത്. ഇന്നത്തെ കറിയും കറി ചൂരക്കറിയും പിന്നെ മരിച്ചിനിയുണ്ട്, അതുമാണ് വയ്ക്കുന്നത്. അത് മതി ഇവിടെ. പിന്നെ പിള്ളേർക്ക് താണ്ടേ, പിള്ളേർക്ക് കൊച്ചുങ്ങൾക്ക് ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് വേവിച്ച് എന്തെങ്കിലും ഒരു ചെറിയ ഒരു ചെറുത് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അത് വെച്ച് കഴിഞ്ഞാൽ അവർക്കുള്ളതുമായി. അപ്പം അങ്ങനെയൊക്കെയാണ് പോണത്. ഓക്കെ, എനിക്കിങ്ങനെ ചോറ് വേണമെന്നൊന്നുമില്ല, ഇതൊക്കെ തന്നെ മതി. ഈ മീൻ എന്ത് പറയും? ഈ മീൻ ചൂര, അടവ്. അടവാ? പിന്നെ അടവാ? പിന്നെ പൊള്ളല്. അതെങ്ങനെ അടവ് വന്നത്? പൊള്ളലെന്നാണ് പറയണേ. ഈ ചൂരക്കുട്ടിയുടെ പൊള്ളലെന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടിൽ, ഇവിടെയൊക്കെ. ഇപ്പൊ വേറെ സ്ഥലങ്ങളിൽ എങ്ങനെ പറയുന്നുണ്ടെന്ന് അറിയത്തില്ല. അതാണ് പൊള്ളൽ. പിന്നെ ഇവിടെ മരിച്ചിനി എന്ന് പറയും, കപ്പ എന്ന് പറയും, കിഴങ്ങെന്ന് പറയും. കിഴങ്ങെന്ന് പറയുമ്പോ അനുവെന്ന് പറയുന്നെന്ന് പറയാം. ഇന്ന് എന്റെ സ്പെഷ്യൽ മീൻ കറി ടെസ്റ്റ് ചെയ്യാൻ ടെസ്റ്റർ ഞാനായി മാറി. ടെസ്റ്റർ ഞാൻ നല്ല ടെസ്റ്ററാണ്. ഇത് കണ്ട, ഈ കത്രിക ഉണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ മീൻ പെട്ടെന്ന് കത്രിക്കാൻ പറ്റും, പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റും. ഈ മറ്റേതായതുകൊണ്ടാണ് ഞാൻ ഇത് ശരിയാവാത്തത്. ഓക്കെ, ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി കാണാം. അപ്പൊ ഇത് വാഷ് ചെയ്ത് കഴുകിയൊക്കെ കഴിഞ്ഞ് ഓക്കെ. ഇംഗ്ലീഷ് അങ്ങനെ ഇംഗ്ലീഷിലാണ് കട്ട് ചെയ്ത് കഴിഞ്ഞ്. പിന്നെന്താ, പുളി വെള്ളത്തിട്ട് വെച്ചത്, പിന്നെ മുരിങ്ങയ്ക്ക. പിന്നെ നമ്മള് വെറൈറ്റി രീതിയിലാണ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞില്ലേ, അതാണ്. ഇതാ ഉള്ളി 2 എണ്ണം,
സവോള എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള പേരുണ്ട് കേട്ടോ. ഇത് വെളുത്തുള്ളി, ഗാർലിക്, പിന്നെ ജിഞ്ചർ വേണം. നമ്മൾ ഉള്ളി, സവോള, തക്കാളി. ഇവളെ കൂടെ വന്നു കഴിഞ്ഞാൽ എന്നെ കൂടെ തെറ്റിക്കും. അവളെ കൂടെ വന്നു കഴിഞ്ഞാൽ 5 മിനിറ്റ് നോക്കി അവളെ നോക്കി ഓർക്കും. നിന്റെ കൂടെ 5 മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ മന്ദബുദ്ധിയാവും. ഇത് കറിയിലിടുമ്പോ പ്രത്യേക ഒരു മണവും ടേസ്റ്റും ആണ്. കറി ഇട്ടില്ലെങ്കിൽ പ്രശ്നമില്ല. പിന്നെ അതാ ഇഞ്ചി, ഒരു കഷ്ണം മതി ഇഞ്ചി. നോക്കിയോ ഗൈസ്, എന്താ മുഖം ഇഞ്ചി കടിച്ചു നോക്കാം. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇടാൻ പോണത്. അപ്പൊ ഇതിന് നമുക്കെല്ലാം കൂടെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുക്കാം. അപ്പൊ ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തോന്നത്, മുളക്, ഇഞ്ചി കുഞ്ഞു കുഞ്ഞ അരിഞ്ഞത്, ഇഞ്ചി കുണുകുണ അരിഞ്ഞത്, ഇത് കുണുകുണ അരിഞ്ഞത്, വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത്, തക്കാളി എങ്ങനെ അരിഞ്ഞത്, സവാള ഗിരിഗിരി, മുരിങ്ങക്ക നീളം. ഓക്കെ പോട്ടു. ഇത് നമുക്ക് ഇതെല്ലാം കൂടെ ഞാൻ പുതിയ പാൻ മേടിച്ച്. അതായിരുന്നു സംഭവം. അത് അടുപ്പ് കത്തിക്കണം കാണാനില്ല. ഇവിടെ പോയി കണ്ടുപിടിച്ചിട്ട് വരാൻ കഴിയും. അപ്പൊ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഗ്യാസ് ഓൺ ചെയ്തില്ല. ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഗ്യാസ് എപ്പോഴും ഓഫ് ചെയ്ത് വെക്കണം. കാരണം ഗ്യാസ് എൻ്റെ കൊച്ചു മോനല്ലേ, അവ ഇത് വന്നിട്ട് ഇവിടെ ഒന്ന് കറക്കി ഓണാക്കിയൊക്കെ വെക്കും. ഒരു ദിവസം ഇവിടെ വന്ന് കറക്കി വെച്ചിട്ട് ഇവിടെ ഒന്ന് തീ ഇങ്ങനെ പ്ലും എന്ന് പറഞ്ഞ് പിടിച്ച്. അപ്പോഴാണ് മനസ്സിലായ ഇവനും അത് പറ്റുമെന്ന്. അപ്പം നമ്മൾ ഇതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ച്, ഓയിൽ ഒഴിച്ച്. ഇന്നത്തെ ഡിഷാണ് കേട്ടോ. അപ്പം ഇന്നത്തെ ഡേ മൈ ലൈഫ് ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. കറിവേപ്പിലൊന്നുമില്ല കൈസ്, അതുകൊണ്ട് അതൊന്നും ഇടുന്നില്ല. ഇനി ഇത് കടുക് പൊട്ടിയിട്ട് ഈ 2 സാധനം എടുത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഈ 2 സാധനം അത് കഴിഞ്ഞിട്ട് ഉള്ളി ഇട്ട് കൊടുക്കുക. ഈ പച്ചമുളകും കൂടെ, ഈ മുളകും കൂടെ ഇട്ട് കൊടുക്കണം. ഈ മുളക് ഇടണം മീൻ കറിക്കകത്ത്, എന്നാലും ഒരു പ്രത്യേകതരം ടേസ്റ്റ് കിട്ടുള്ളൂ. ഓക്കെ, ഇടാൻ പോവാണ്. അപ്പുറത്തെ വീട്ടിൽ വന്നിട്ട് എറിഞ്ഞാ പോലെ ഇത് കഴിഞ്ഞിട്ട് ഇത് ഉള്ളി നല്ല വഴണ്ട് വരണം. ഉള്ളി നല്ല വഴണ്ട് വന്നതിന് ശേഷം വേണം നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കാൻ. ഇത് സ്പെഷ്യൽ മീൻ കറിയാണ്, എല്ലാവരും പഠിച്ചു വെച്ചോ. ഇവിടെ മാത്രമേ കിട്ടുള്ളത്. ഇത് വഴണ്ടിട്ട് തിരിച്ചു വിടാം. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇട്ട് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 സ്പൂണ് മതി എന്ന് തോന്നും. 2.5 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇത് ഇളക്കാം. ഇത് നമ്മൾ തേങ്ങ അരയ്ക്കാത്ത മീൻ കറിയാണ്. ഇനി മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി എല്ലാം കുറച്ച് മതി. അത് കഴിഞ്ഞ് പുളി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മാഞ്ഞാപ്പൊടി, അത് തുള്ളി മതി. തുള്ളി. അതായത് തുള്ളി. ഇനി ഇതെടുത്ത് ഒരു സ്പൂൺ മതി. തുള്ളിയും കൂടി ഇല്ല. എല്ലാത്തിനും തുള്ളി മസ്റ്റാണ്. കുരുമുളക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ വലിയ എരിയൊന്നും എനിക്ക് പറ്റില്ല. അച്ചി വരുന്നില്ല. അപ്പം നമുക്ക് ഇനി അടുത്ത ഇത് പിഴിഞ്ഞ് വെച്ച് കൊടുക്കാം. പുളി പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം.
ഇതൊക്കെ തന്നെ ഇവിടെ ചെയ്യണത്, അല്ല വേറെ ഒന്നും ഇല്ലല്ലോ. ഓ, ഇനി കൈയിട്ട് കലക്കിയെന്നും പറഞ്ഞ് വരുമോ? ഓ, നമ്മളൊക്കെ ഞാനൊക്കെ ചെയ്യണതെന്ന് വെച്ചാൽ എൻ്റെ എതത്തിനാണ് ഞാൻ ചെയ്യണം, അല്ലാതെ നിങ്ങളെ കണ്ണിന്റെ എതത്തിന് വേണ്ടി ഞാൻ ചെയ്തിട്ട് എന്തൊരു കാര്യം. അങ്ങനെ പറയുന്നവർക്കാണ് കേട്ടോ ഈ മറുപടി. പറയാത്തവർക്കൊന്നുമില്ല. ഈ പറയുന്നവർ എല്ലാരും അവരുടെയൊക്കെ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ എന്തിനാണ് ബാക്കിയുള്ളവർ ഇങ്ങനെ ഓരോന്നും പറയുന്നത്? അവരുടെയൊക്കെ വീട്ടിൽ ഇപ്പൊ ഇതാണൊക്കെ ഒരു ചൂരമീൻ വാങ്ങിച്ചു, കട്ട് ചെയ്തു, അതിലൊരു പീസ് തറയിൽ ഇപ്പൊ കഴിഞ്ഞാൽ അവരെടുത്ത് കളയൂല, അവർ കഴിവിൽ തന്നെ എടുക്കുള്ളത്. പിന്നെ ഇവര് പറയണൊക്കെ കേൾക്കുമ്പോ വിചാരിക്കും വാഷ് ബേസിലിട്ട് വാഷ് ബേസിലിട്ട് തുപ്പലോ കാര്യങ്ങളൊന്നുമില്ല. അതിലുള്ള ഇടുന്നത് പാത്രം കഴുകാനുള്ള പാത്രങ്ങളും ഇതും തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ പറയണ കേട്ട് കഴിഞ്ഞാ ഇത് മീനിനെ എടുത്തോണ്ട് പോയി ഇല്ല നഖം വെട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓർമ്മ. നഖം നമ്മൾ വളർത്തി വെക്കുമ്പോഴത്തേക്ക് മഞ്ഞപ്പൊടി എടുക്കുമ്പോഴായാലും ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോഴായാലും അതിന്റെ കളർ നഖത്തിൽ വരും. ലോകത്തിൽ ആരും നഖം വളർത്തുന്ന ആരും ഇല്ലേ? ഞാൻ മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല നഖം വളർത്തുന്നത് അത് നല്ല രീതിക്ക് അതിനെ ഹൈജീനിക് ആയിട്ട് കൊണ്ടുപോയാൽ അതിന് പ്രശ്നമൊന്നുമില്ല. നിന്റെ നഖത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ഇവരെങ്ങനെ കണ്ടു ഈ പറഞ്ഞവര്? എനിക്കറിയാൻ പാടില്ല. പക്ഷെ വല്ലാത്തൊരു ഇത് തന്നെ ഇപ്പൊ ഈ പറഞ്ഞ ഈ ലോകത്തുള്ള ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നഖം കടിക്കാതെ ഒരു വ്യക്തിയും കാണൂല. എപ്പോഴെങ്കിലും ഒരു സാഹചര്യത്തിൽ എപ്പോഴെങ്കിലും ഒരു നഖം കടിക്കും. അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റും. ഹോട്ടലിൽ ചെന്ന് ഇവിടെ ഉള്ള എല്ലാ മനുഷ്യരും ഒരു നേരമെങ്കിലും ഒരു വട്ടമെങ്കിലും ഹോട്ടൽ ഫുഡ് കഴിച്ചു കാണുമല്ലോ. ഈ ഹോട്ടൽ ഫുഡിൽ അവരെങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് കാണുന്നുണ്ടോ? ഇതിപ്പോ അതൊന്നും അല്ലല്ലോ. ഇവിടെ ഉള്ള ഈ വീട്ടിലുള്ളവർക്ക് കഴിക്കാൻ, ഇവിടെ ഉള്ളവർക്ക് കഴിക്കാൻ ഇവിടെ പ്രശ്നമില്ല. സോ ഇത് മതി. തള്ള ചവിട്ടിയ പിള്ളക്ക് കേടില്ല എന്നല്ലേ പറയുന്നത്. ഞാൻ നയൻതാര അച്ഛനെ ചവിട്ടി പോ. എന്റെ നയൻതാരേനെ പറഞ്ഞാണ്ടല്ലേ വെരി ഫുൾ. എന്റെ അച്ഛന് നല്ല മുടിയുണ്ട്, നയൻതാരയെ പോലത്തെ മുടിയുണ്ട്. തമ്പാക്ക് അപ്പൊ നയൻതാരയെ പോലെ നീട്ടി വളർത്തിയ മുടിയാണ് എന്റെ അച്ഛന്. നയൻതാരയുടെ ഒരു ലുക്കും കൂടെ ഉണ്ട് കേട്ടോ. ഫോട്ടോ വേണമെങ്കിൽ കൊടുക്കാം ഇവിടെ. ഈ മീൻ കറി ലോകത്ത് ആരും തിന്നിട്ടുണ്ടാവൂല. കാരണം ഇപ്പൊ ഇത് വെച്ചോണ്ടിരിക്കണേ ഇതുണ്ടാക്കി ഇനി വന്നിട്ടില്ലേ ആദ്യമായിട്ട് കഴിക്കുക. അതും ടെസ്റ്റർ ഞാനായിപ്പോയി. ഇന്നത്തെ ടെസ്റ്റർ ഷൈലു ആണ് എന്റെ മീൻ കറിന്റെ. സാധാരണ ആരും ഉണ്ടാവില്ല. ജീവനിൽ ഞാൻ തന്നെ ശരിയാക്കുന്നതാണ്. അപ്പൊ ഇതാണ് സംഭവം. ഇനി നല്ലപോലെ തിളച്ച് വെന്ത് വരുമ്പോ മരിച്ചിനി ഉണ്ടാക്കിയില്ലേ, അപ്പൊ അതിലേക്ക് പോവാം. നമുക്ക് മരിച്ചിനി വേവിക്കാൻ വെച്ചിട്ട് ഇനി ഇവിടെ ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ ചെയ്യണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ബക്കറ്റിന്റെ ഉള്ളില് ചവറ് വാരി ഇടും. പക്ഷെ എന്റെ മോൻ എടുത്ത് വെളിയിടുന്നതാണ്, അതുകൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത്. കളയാൻ ഇവിടെ സൈഡിൽ കൂടെ കളയാൻ പറ്റും. അവിടെ ഒരു സ്ഥലമുണ്ട്, അതിലെ കൂടെ അത് വലിച്ചെറിയണമെന്നല്ല കേട്ടോ. അത് ഇവിടുത്തെ ആൾക്കാർ കോർപ്പറേഷൻകാർ എടുത്തോണ്ട് പോകുന്നത്. ഇവിടെ ആൾക്കാരുണ്ട് അത് എടുത്തോണ്ട് പോവാൻ. എടുത്തു വെച്ചാൽ മരിച്ചിനി വേവിക്കാൻ വെക്കാം. അത് കഴിഞ്ഞിട്ട് മീൻ കറി ഇത് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇത് മതി. ഉപ്പ് തൊക്കുന്നോ ടെസ്റ്റർ? ഉള്ളട്ടെ. ഉപ്പിലിച്ചിരി കറി കിട്ടു. ഇത് ടേസ്റ്റ് ഇല്ലടാ. കിഴങ്ങിന്റെ കൂടെ ഒക്കെ തിന്ന് നോക്കട്ടെ, എന്നിട്ട് പറയാം. ടേസ്റ്റ് ഉണ്ട്, വെറുതെ പറയണ ടേസ്റ്റ് ഉണ്ട്. കളറ് കണ്ടറിഞ്ഞൂടെ ടേസ്റ്റ് ഉണ്ടാവും. എങ്ങനെ മണത്ത് കണ്ടുപിടിക്കും എന്തൊക്കെയാണ്? അതാണ് എൻ്റെ കൈപ്പണിയും. ഒരു ദിവസം നടക്കണ ഫുള്ളും ഞാൻ അതിനകത്ത് ചേർത്തിട്ടില്ല. കുറേശ്ശെയാണ് ചേർത്ത് വെച്ചേക്കണത്. അപ്പം കുറേ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുറേ എടുക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.